ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നിരിക്കുന്നു. ഞാനിവിടെ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ. ബിക്കോസ് ഇന്ന് നമ്മളൊരു ലോങ് ട്രാവൽ പോവാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നൈറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഒരു 11:20 നമ്മളിവിടെ നിന്ന് ഒരു 6 ഒക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ എനിക്കിന്ന് വർക്കൊക്കെ ഉണ്ട്. വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പാക്കിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുക. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ തന്നെ നമ്മൾ തലേ ദിവസം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നിങ്ങളെ ഇന്ന് എൻ്റെ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ മെമ്മറീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമല്ലേ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ വീണ്ടും കാണുമ്പോൾ ലൈക്ക് റീവിസിറ്റിംഗ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലാണല്ലോ. അപ്പോൾ റൂമൊക്കെ ആകെ അലങ്കോലായി കിടക്കുകയാണ്. നമ്മളിങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്യാനും എടുത്ത് വെക്കാനും ഒന്നും മറക്കാതിരിക്കാനൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തൊക്കെ വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇനി റെഡി ആവണം, ഫ്രഷ് ആവണം, എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് പോകെ ഓരോ കാര്യങ്ങളായിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പാക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തി. ഇനി വെയിറ്റ് നോക്കുക, പെട്ടി ക്ലോസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളുടെ അടുത്ത് ബൈ പറയാനും അതുപോലെ നമുക്ക് പാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനും. പിന്നെ അങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ ശരിക്കും ഒരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഫീല്, എല്ലാവരും മിസ് ചെയ്യുന്നുള്ള ഒരു ഫീല്, അതുപോലെ തന്നെ നമ്മൾക്ക് പോകുന്ന സ്ഥലത്തെ പറ്റി ആലോചിച്ചിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ പല 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 ഇമോഷൻസ് ഇൻ എ സിംഗിൾ ഫ്രെയിം. അങ്ങനെ നമ്മൾ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഏകദേശം ഈവനിങ് ഒരു 6 o'clock ആയിരുന്നു ടൈം വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നൈറ്റ് 11:20 ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് എയർപോർട്ടിലെത്തി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സ്മൂത്തായിട്ട് സമാധാനമായിട്ട് പോകണം എന്നുള്ളൊരു പ്രാർത്ഥനയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും നിർബന്ധിച്ച് വായിൽ എന്തൊക്കെയോ വെച്ച് തന്നെങ്കിലും എനിക്ക് ആ സമയത്ത് ഒന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അത്ര ടെൻഷനായിരുന്നു. എയർപോർട്ടിൻ്റെ ഗേറ്റ് കടന്നതും അതൊന്നും കൂടി ആ മൊമെൻറ്റിൽ ശരിക്കും നല്ലൊരു സ്ട്രോങ് റിയലൈസേഷനായിരുന്നു കേട്ടോ. ലൈക്ക് ഗുഡ് ബൈസ് ആർ റിയലി ഹാർഡ്. ആ പോയിന്റിലേക്ക് ശരിക്കും നമ്മളെ സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെൻ്റ് അത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നമുക്ക് ലഗേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 kg ആണ്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗിൽ നമുക്ക് 7 kg. ഞാൻ മാക്സിമം എല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള കാരണം അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായി ലഗേജൊക്കെ കറക്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് പെട്ടി റാപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ നിൽക്കണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ റാപ്പ് ചെയ്യാം, അപ്പോൾ വെയിറ്റ് നോക്കാം. 500 rupees ആയിരുന്നു ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടിയുടെ വെയിറ്റ് നോക്കിയപ്പോഴാണെങ്കിലോ 33 kg പ്ലസ് ഉണ്ടായിരുന്നു. ഈ വെയിറ്റും വെച്ച് പോയാൽ എന്തായാലും എന്നെ അകത്തേക്ക് കടത്തി വിടില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചയച്ചു. പിന്നെ നമ്മൾ സമാധാനമായി പെട്ടിയൊക്കെ റാപ്പ് ചെയ്തിട്ട് അകത്തേക്ക് കയറി. അകത്ത് കയറിയപ്പോഴാണെങ്കിലും 1 queue, അടിപൊളി വലിയ ലോങ് ക്യൂ ആയ കാരണം ഞാൻ ലഗേജൊക്കെ സൈഡിൽ വെച്ചിട്ട് സമാധാനമായി സൈഡിലുണ്ടായിരുന്ന ഒരു സോഫയിൽ കയറി കുറച്ച് നേരം ഇരുന്നു. അവിടെ കുറച്ച് കുഞ്ഞു പിള്ളേരുണ്ടായി. അവരുടെ അടുത്തൊക്കെ കളിച്ച് ചിരിച്ച് അവിടെ ആംബിയൻസ് നോക്കിയിരുന്നു. പിന്നെ എല്ലാം വേഗമായിരുന്നു. നമ്മുടെ ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിൽ കിട്ടി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഗൈസ് വിശപ്പ് തുടങ്ങിയത്. വല്ലാത്ത വിശപ്പ്. നേരെ ലോഞ്ചിലോട്ട് വിട്ടുപിടിച്ചു. പിന്നെ ലോഞ്ച് കാണണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ കയറുന്നത്. നല്ല വെറൈറ്റി ഓഫ് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടായിരുന്നു. ദാൽ കറി, വെജിറ്റബിൾ കറി, ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ചിക്കൻ, മലബാറി ചിക്കൻ ആയിരുന്നു തോന്നുന്നു. മലബാറി ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഫിഷ് കറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ റൈസ് ഐറ്റംസിലേക്ക് വരുമ്പോൾ നോർമൽ റൈസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗീ റൈസ് ഉണ്ടായിരുന്നു. ചപ്പാത്തി ഐറ്റം എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ കണ്ടതായി എൻ്റെ ഓർമ്മ. പിന്നെ ഡീടോക്സ് വാട്ടർ ഉണ്ടായി, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായി, ബ്രെഡ് ഐറ്റം, ബൺ ഐറ്റംസ്, ഗ്രിൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് എടുത്തു. അതൊക്കെ കഴിച്ച് ജ്യൂസും കുടിച്ച് നേരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ലോഞ്ച് ആകെ ഒന്ന് ചുറ്റിക്കണ്ടു. വാഷ്റൂംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിഡ്സ് ഏരിയ ഉണ്ടായി. അവിടെ കുറച്ച് റിലാക്സിങ് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് അടപടലം ചുറ്റിക്കണ്ടു. നമുക്കൊരു ബാർ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അവിടെ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലോഞ്ചിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല റിലാക്സിങ് മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ അടിയിലേക്ക് എത്തി. അവിടെ എത്തി ഇരുന്നപ്പോഴേക്കും നമ്മളുടെ ബോർഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു തുടങ്ങി. ഞാൻ നേരെ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. നമ്മളുടെ ജേണി അങ്ങനെ സ്റ്റാർട്ടാവാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു മൊമെൻറ്റിൽ. ബാക്കിൽ ആരോ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിൽ കയറി എനിക്ക് മിഡിൽ സീറ്റായിരുന്നു കിട്ടി. അതിൻ്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ടായി. വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ പിന്നെ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന്
പിന്നെ എനിക്ക് നെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നെറ്റ് കിട്ടും, വൈഫൈ ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ അത് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. OTP വേണമായിരുന്നു. OTP വേണമെങ്കിൽ നമുക്ക് ഒമാൻ നമ്പർ വേണം. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ അതില്ല. നാട്ടിലത്തെ നമ്പർ വെച്ച് എനിക്ക് OTP വരില്ല. അങ്ങനെ എനിക്ക് ആരെയും കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ അന്തും കുന്തും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ഒരു കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ നമ്മുടെ അടുത്ത് വന്ന് അവർ നമുക്ക് ഹെൽപ്പ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോൺ നമ്പറൊക്കെ അച്ചുവിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ നമ്പറിലോട്ട് അവർ കോൾ ചെയ്തൊക്കെ തന്നു. എത്ര ടെൻഷനിലും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടില്ല കേട്ടോ. ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതാരെടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞ് ഈ ടെൻഷൻ മൊത്തം ഞാൻ അടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ മുകളിൽ നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരുമില്ല ഗൈസ്. അച്ചു മുകളിൽ ഫുഡ് കോർട്ടിൽ കയറിയിരുന്നിട്ട് ഞാൻ കാണിച്ചു കൂട്ടണതെല്ലാം വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി സർപ്രൈസ് പോലെ നമ്മുടെ മുന്നിൽ പെട്ടെന്ന് വന്നു കേട്ടോ. ദാറ്റ് വാസ് എ ഗുഡ് മൊമെൻറ്റ്. എനിക്കത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഹലോ. Yes, of course. Welcome. Welcome to Oman. Thank you. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ, അതും നമുക്കറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ദ ഫീൽ ഓഫ് യുവർ ബാക്ക് അറ്റ് ഹോം. നമ്മൾ വീണ്ടും വീട്ടിലെത്തി എന്നുള്ളൊരു ഫീല് വരുമല്ലേ, ആ ഫീൽ ബെസ്റ്റ് ഫീലാണ് കേട്ടോ. എനിക്ക് ആ ടൈമിൽ ഭയങ്കര കംഫർട്ടും അതുപോലെ തന്നെ ഒരു റിലാക്സ്ഡ് ഫീലുമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാം വോം ലൈറ്റ്സ് കേട്ടോ. വോം ലൈറ്റ്സ് കൊണ്ട് തന്നെ ഫുൾ റോഡൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും ഒരുപാട് ഡേയ്സ് ഉണ്ട്, ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണതായിരിക്കും. ഈ ഒരു ടൈമിൽ നമ്മൾ എക്സൈറ്റ്മെൻറ്റ് കാരണം എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം അപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായി, പുലർച്ചെ. അവിടുത്തെ 3 മണി കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോങ് ട്രാവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ നേരത്ത് ഒരു ടീ കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മസാല ടീ കഴിക്കാനുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, ടയേർഡായിരുന്നു കുറച്ച്. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലെ മുന്നിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് നല്ല ഹോട്ടായിട്ടുള്ള ഒരു ടീ കൊണ്ടുവന്നു. മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ നിറയെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഹോട്ടായിട്ടുള്ളൊരു ടീ ആയിരുന്നു കേട്ടോ. എക്സാക്ട്ലി വാട്ട് ഐ നീഡഡ് അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ അത് നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ പുറത്ത് പാതിരാത്രി അതൊക്കെ ഇരുന്ന് കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഷോപ്പിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ, അത് 24 hours ഓപ്പൺ ആയിരുന്നു, അതിൽ കയറി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ വാങ്ങി നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒമാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള ജേർണി ആയിരുന്നു, അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഫ്ലൈറ്റൊക്കെ കറക്റ്റ് ടൈമിലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ടൈമിൽ തന്നെ എത്തി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.